BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് മുൻ CPM നേതാവും MLAയുമായ G. സുധാകരൻ ഉന്നയിച്ച ഗുരുതരമായ കൈക്കൂലി ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് CPM. വിഷയത്തിൽ അടിയന്തര അന്വേഷണം വേണമെന്നാണ് CPM നേതാവ് H. സലാം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ നേരിട്ട് കണ്ട് പരാതി നൽകിയിരിക്കുന്നത്. ഇതോടെ ഈ വിഷയം ഗൗരവമായി പരിഗണിച്ച് നടപടി സ്വീകരിക്കുമെന്നാണ് മന്ത്രി ഉറപ്പ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ജൂൺ 26-ന് മെഡിക്കൽ കോളേജിൽ സംഘടിപ്പിച്ച പൊതുപരിപാടിയിലായിരുന്നു G. സുധാകരൻ ഈ വിവാദ വെളിപ്പെടുത്തൽ നടത്തിയത്. മുൻ LDF സർക്കാരിന്റെ കാലയളവിൽ ആശുപത്രിയിൽ 100ഓളം പേർക്ക് നിയമനം നൽകിയെന്നും ഓരോരുത്തരിൽ നിന്നും കുടുംബശ്രീ വഴി 2 ലക്ഷം രൂപ വീതം കൈക്കൂലി വാങ്ങിയെന്നുമായിരുന്നു അന്നത്തെ ആരോപണം. അഴിമതിക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ കുറിച്ച് തനിക്ക് വ്യക്തമായ വിവരമുണ്ടെന്നും അന്ന് പരസ്യമായി പ്രസ്താവിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സുധാകരൻ ആരോപണം ഉന്നയിച്ച സമയത്ത് തന്നെ വിഷയം വിജിലൻസിന് കൈമാറണമെന്ന് CPM നേതാക്കൾ പരസ്യമായി ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും 1.5 മാസമായിട്ടും തുടർ നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല. തുടർന്നാണ് അന്നത്തെ MLA കൂടിയായ H. സലാം ആലപ്പുഴയിലെത്തി ആഭ്യന്തരമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി കൈമാറിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ G. സുധാകരനും CPM-ഉം തമ്മിൽ പോര് തുടരുന്നതിനിടെയാണ് ഈ പുതിയ സംഭവ വികാസത്തിന് G. സുധാകരൻ തിരികൊളുത്തിയത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 2 ലക്ഷം രൂപ കോഴ വാങ്ങി 100 പേരെ നിയമിച്ചെന്നായിരുന്നു ആരോപണം. ഇക്കാര്യം സുധാകരൻ ഉന്നയിച്ചതിന് പിന്നാലെ കോഴ വാങ്ങിയെന്ന് ബോധ്യമുണ്ടെങ്കിൽ ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകി അന്വേഷിക്കാമെന്ന് H. സലാം സുധാകരനെ വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഇപ്പോൾ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.